18, 19, 20 വയസ്സുള്ള ഒരുപിടി കുഞ്ഞുങ്ങളുടെ, ഒരുപിടി വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിൽ നുരുവം കൊണ്ടൊരു സമരമാണ്. ആ സമരത്തെ ഈ രീതിയിൽ അടിച്ചൊതുക്കൽ വലിയ വമ്പാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ശ്രീ ശ്യാംരാജ്? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ലീഡർ ഓഫ് ഒപ്പോസിഷനൊക്കെ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ആണെങ്കിലും ചില മര്യാദകളൊക്കെ കാണിക്കുന്നതല്ലാണ്. നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞു നോക്കുക, അതീവ സുരക്ഷാ മേഖലയാണ്. പക്ഷേ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്? സിനിമയിൽ ഹീറോയിസം കാണിക്കാന്നോ, അതോ എന്തെങ്കിലും കാണിച്ചിട്ട് 2-3 മണിക്കൂർ രാജ്യത്തെ മീഡിയാസിന് മൊത്തം നിറഞ്ഞു നിൽക്കാന്നോ? എന്നിട്ട് അതോ എന്തും പറഞ്ഞിട്ട് നാളെ ഈ രാജ്യം മൊത്തം റീലിടാന്നോ? ഒരു മര്യാദ കാണിക്കണ്ടേ രാഷ്മി? ഇതെന്താ ഇത്? സമരം ചെയ്യണമെങ്കിൽ സമരം ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ഇപ്പോൾ ജിതേന്ദ്ര സിംഗ് മന്ത്രി അദ്ദേഹം നേരിട്ട് പോയി ഈ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ലേ? അതിനൊന്നും ഇല്ലേ? ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് എന്താണ്? പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും വസതിയുടെയും ചുമതലയുള്ള ജിതേന്ദ്ര സിംഗ് നേരിട്ട് പോയിട്ട് പറഞ്ഞു രാഹുൽ ഗാന്ധിയെ കണ്ടു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാണ്ട് ഹാഷ്മി? ഞങ്ങൾ എത്ര സമരം ചെയ്തിട്ടുണ്ട്. ഭയങ്കരം തന്നെ. താങ്കൾ പറയുന്ന വാദം പൊള്ളയായ വാദമാണെന്ന് അങ്ങേക്ക് തന്നെ അറിയാം. കാര്യം എന്താണ്? താങ്കൾക്ക് അത് പറയാൻ താങ്കൾ ബാധ്യസ്ഥനാകും. കാര്യം എന്താണ് ശ്രീ ശ്യാംരാജ്? കാര്യം ഈ രാജ്യത്തിന്റെ ഈ പരീക്ഷാ സമ്പ്രദായം താറുമാറായി എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നവൾ എന്താണ്? 18, 19 വയസ്സുള്ള 10-24 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തപ്പോൾ മിണ്ടാതിരുന്നവർ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സോനം വാങ്ചുക്ക് നിരാഹാരം കിടന്നപ്പോൾ കമാന്ന് മിണ്ടാത്തവർ, അങ്ങോട്ട് പോവാത്തവർ, വെള്ളത്തുടിയിൽ തൂക്കിവാരി കൊണ്ടുപോയവർ, പ്രതിപക്ഷ ബഹുമാനത്തെ പറ്റി ക്ലാസ് എടുക്കുകയാണോ ശ്യാംരാജ്? ഇത് വെറുതെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. പറയട്ടെ ഈ 16 വയസ്സുള്ള കുഞ്ഞിന്റെ ശവപ്പെട്ടി അച്ഛനും അമ്മയ്ക്ക് ഇമോഷണൽ ആണ്. അത് ഞങ്ങൾ മനസ്സിലാക്കി പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. 20 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ശവപ്പെട്ടി അച്ഛനും അമ്മയ്ക്ക് ഇമോഷണൽ ആണ്. അത് രാജ്യത്തിന്റെ ഇമോഷൻ ആണ്. നിങ്ങൾക്ക് മാത്രം ഇമോഷൻ ആവാതെ ഉള്ളൂ ശ്യാംരാജ്. അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. ഇമോഷണൽ ആയിക്കൂടുന്നു ഹാഷ്മി. എന്റെ വായി കയറിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വർത്തമാനം പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇമോഷണൽ ആവരുത് ഞാൻ പറഞ്ഞു. ഞാനും പഠിച്ച ആൾ തന്നെയാണ്. ഞാൻ വിദ്യാർത്ഥി സംഘടനയിലൂടെ പ്രവർത്തിച്ച ആളാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നിങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇന്നലെ നിങ്ങൾ എന്താ നോക്ക്? ഇന്നലെ സമരക്കാരോട് ശ്രീ JP നഡ്ഡ നേരിട്ട് പോയി സംസാരിച്ചില്ലേ? ഇന്നെന്താണ് സംഭവിച്ചിട്ടുള്ളത്? സമരക്കാരിൽ പരിക്കേറ്റിട്ടുള്ള ആൾക്കാരെ നേരിട്ട് പോയി കണ്ടില്ലേ? ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടില്ലേ? സമരത്തിന്റെ ചരിത്രം ഞാൻ 66 ഡൽഹിയിൽ നടന്നുള്ള സമരത്തിൽ വെടിവെപ്പ് നടത്തി 6-7 പേരെ കൊന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഹാഷ്മി? ഈ രാജ്യത്ത് എത്ര വെടിവെപ്പ് നടന്നിട്ടുണ്ട്? കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എത്ര വെടിവെപ്പ് നടന്നിട്ടുണ്ട്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. വേറെ പണിയുണ്ട്, നിങ്ങൾ ചുമ്മാരി. ഇത് അതീവ സുരക്ഷാ മേഖലയാണ്. ഇവിടെ നിങ്ങൾ സമരം ചെയ്യരുത്. നമുക്ക് ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാം എന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടിട്ട് വെറും 2 മണിക്കൂർ മുമ്പ് പറഞ്ഞിട്ട് വന്ന പാർട്ടിയാണ് ഹാഷ്മി ഞങ്ങളുടേത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഈ രീതിയിലുള്ള ജനാധിപത്യ ബോധം, ഈ രീതിയിലുള്ള മര്യാദ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ സമരത്തിൽ നിങ്ങൾ എടുക്കുക. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ സമരത്തിൽ എന്ത് ജനാധിപത്യ ബോധത്തെ പറ്റിയാണ് രാഹുൽ ആവർത്തിക്കുന്നത്? ഇതൊരു നടത്തു പോണ മാതിരില്ല. എന്ത് ജനാധിപത്യമാണ് ശ്യാമ ആവർത്തിക്കുന്നേ? ഇവിടെ കുറെ അധികം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. നിങ്ങളുടെ സിസ്റ്റം പരാജയത്തിന്റെ രക്തസാക്ഷികളായി. അവരുടെ അച്ഛന്റെ അമ്മമാരുടെ കണ്ണീരുണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്തവരല്ല ആണോ? അതിൽ കുട്ടികൾ സമരത്തിലിറങ്ങി. നിങ്ങളെ പരിഹസിച്ചു. നിങ്ങൾ ബംഗ്ലാദേശി ഫോളോവേഴ്സ് അവരെ കളിയാക്കി ഇല്ലേ? സോനം വാങ്ചുക്ക് അവിടെ നിരാഹാരം കിടന്നു 20 നാൾ 9 കിലോ നഷ്ടമായി. നിങ്ങൾ മൈൻഡ് ചെയ്തവരല്ല. അതൊന്നും എനിക്കറിയാൻ മേല. തൂക്കിവാരി കൊണ്ടുപോയി. നിങ്ങൾ മൈൻഡ് ചെയ്തവരല്ല. ലാസ്റ്റ് വിദ്യാർത്ഥികൾ സഹിക്കിട്ട് സമരത്തിറങ്ങിയപ്പോൾ അടിച്ച് മണ്ട പൊളിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി കണ്ട കാര്യം പറയുന്നു. ജനാധിപത്യ ബോധം. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ശ്യാമേ? നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ, ധർമ്മേന്ദ്ര പ്രധാൻ, ഒരു മന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ആ സമരത്തിലേക്ക്? പറഞ്ഞുതരാം. അതാണ് ഞാൻ പറയുന്നത്. അഭിജിദ്ദിയൊക്കെ ഇന്ത്യയിൽ പറന്നുയർന്ന് ഇറങ്ങിയ ദിവസം പെർമിഷൻ ഉണ്ടായിരുന്നോ? സാധാരണ അവർ സമരം ചെയ്യുന്ന എങ്ങനെയാ? പെർമിഷൻ എടുത്തിട്ട് സമരം ചെയ്യും. ആത്മഹത്യ സമരമാണ്. അതിനെ വൈകാരികതയിൽ അതിന്റെ പ്രതിവിധിയാണ് ഒരു സിസ്റ്റം പരാജയത്തിൽ
ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ചാടിയും വിഷം കഴിച്ചും ആത്മഹത്യ ഒന്നും പരിഹാരമല്ലെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത ഒരു കാലമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത കെട്ടകാലത്തിലാണ് വിദ്യാർത്ഥികൾ സമരമുഖത്തേക്ക് ഇറങ്ങുന്നത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അടിച്ചു മണ്ട കയറിയിട്ട് ഹോസ്പിറ്റലിൽ കാണാൻ പോയി എന്ന് ജനാധിപത്യ ബോധം പറയല്ലേ? അരാജകത്തെ പിന്തുണച്ചിട്ട് അരാജകത്വം സമരം ചെയ്യാന്ന് പറഞ്ഞിട്ട് നിയമവിരുദ്ധമായിട്ട് അരാജകത്തെ അനാർക്കി ഉണ്ടാക്കിയ നിങ്ങളാണ് അങ്ങനെയാണെങ്കിൽ. അനാർക്കി ഉണ്ടാക്കിയ നിങ്ങളാണ്. അനാർക്കി ഉണ്ടാക്കിയ നിങ്ങളാണ്. അവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ, എന്താ മക്കളെ പ്രശ്നം എന്നൊരൊറ്റ വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ, സോനം വാങ്ചുക്കിന്റെ നിരാഹാരം തുടരാൻ അനുവദിക്കാതിരുന്നിരുന്നുവെങ്കിൽ, അണ്ണാ ഹസാരിയുടെ സമരത്തോട് ആ സർക്കാർ കാണിച്ച മര്യാദ നിങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ ഈ അനാർക്കി ഉണ്ടാവില്ല. നിങ്ങൾ മെയിൻ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഒറ്റയ്ക്ക് നുണ പറഞ്ഞത് സത്യമാവില്ല. മനസ്സിലാക്കി ഹാഷ്മി? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. സോനം വാങ്ചുക്കിന്റെ ഏത് സമരത്തെ ഞങ്ങൾ തടഞ്ഞത്? സാറേ തടയലല്ല സാറേ, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ നിരാഹാരം കിടക്കുന്നു. പിന്നെ എന്താ സാറാ ചെയ്യണത്? സാറേ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിരാഹാര സമരം ആദ്യമായല്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. നിരാഹാര സമരം കിടന്നാൽ നിങ്ങൾ ഈ നാട്ടിൽ സമരം 5 ദിവസം കഴിഞ്ഞാൽ, 6 ദിവസം കഴിഞ്ഞാൽ, 7 ദിവസം കഴിഞ്ഞാൽ അവരെ ചർച്ചയ്ക്ക് വിളിക്കും. അല്ലാതെ പട്ടടി കിടന്ന് ചത്തുപൊക്കോട്ടെ എന്ന് തീരുമാനിക്കൽ ജനാധിപത്യമല്ല. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. പറഞ്ഞ സോനം വാങ്ചുക്ക് ഇപ്പൊ എവിടെയാണ്? ആശുപത്രിയിലല്ലേ? സർവ്വസുരക്ഷയോടും കൂടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും കൂടി ആശുപത്രിയിലല്ലേ? അദ്ദേഹം നിരാഹാരം കിടന്നു. അതല്ലാതെ ചർച്ചയ്ക്ക് വിളിക്കുകയല്ല. അതല്ല ചർച്ചയ്ക്ക് വിളിക്കുകയല്ല. വെള്ളത്തുണിയിൽ തൂക്കി വാരി കെട്ടി ബണ്ടിൽ ഔട്ട് ആക്കി ആംബുലൻസ് കയറി ആശുപത്രി കൊണ്ട് തള്ളലാണോ അങ്ങയുടെ ജനാധിപത്യം? കാശ്മീരിലെ കാര്യം ഇവിടെ BJP-യുടെ പ്രതിനിധിയെ വിളിച്ചിരുന്നിട്ട് കുറെ വേറെ ആൾക്കാരെ വിളിച്ചിരുന്നിട്ട് അവർക്ക് വായി തോന്നിയതെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ വന്നിട്ടുള്ളത് എന്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ വേണ്ടിയിട്ടാണ്. ഹാഷ്മി ഈ പേപ്പർ ലീക്കിനെ കുറിച്ചിട്ട്, നീറ്റ് എക്സാമിനെ കുറിച്ചിട്ടൊക്കെ പറയണേ, അത് പറയാം. അത് പറയും ഹാഷ്മി. നമ്മൾ ആദ്യമായിട്ടാണ് ചർച്ചയ്ക്കിരിക്കുന്നത് അല്ലല്ലോ. ആദ്യമായിട്ടല്ലോ ചർച്ചയിരിക്കുന്ന ഓരോ വിഷയങ്ങളിലും അതിന്റെ പിന്നോട്ട് മുമ്പോട്ടൊക്കെ പോയിട്ട് എത്രയോ ചരിത്രം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചരിത്രം പറയുമ്പോൾ മാത്രം ഹാഷ്മിക്ക് ഇത്ര വിഷമം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തരാന്ന്. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്നൊന്നുമില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ ധർമ്മേന്ദ്ര പ്രധാന ഒരു മണിക്കൂർ ഇല്ലെന്ന് ഒരു കഴിഞ്ഞ ആഴ്ചയെ സാക്ഷി ചെയ്യണമെന്ന നിലപാടുള്ള ആളാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, അങ്ങേക്ക് തുറന്നു പറയാൻ കഴിയില്ല. കാരണം അങ്ങ് BJP-യുടെ വക്താവാണ്. അപ്പൊ അങ്ങ് മാരിജാബിലോട്ട് പോകും, അങ്ങ് ടിയാനമൻ സ്ക്വയറിലോട്ട് പോകും, അങ്ങ് സിംഗൂരിലോട്ട് പോകും. എനിക്ക് മനസ്സിലാവോ വേദന? നമ്മൾ സുഹൃത്തുക്കളല്ലേ? നിങ്ങൾ അവിടെ മെയിൽ സംവിധാനത്തിൽ ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ല വെച്ച് നിങ്ങളുടെ ടെക്നീഷ്യൻ സൗണ്ട് കൂട്ടാനൊക്കെ പറ്റും. ഞാനിവിടെ ഇരിക്കുന്ന മറുവശത്താണ്. നമ്മൾ ഒരേ സ്റ്റുഡിയോ തന്നെ ഇരിക്കുന്നെങ്കിലും. അപ്പോൾ ഞാൻ പറയുന്നത് ഇടപെടാതെ അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി പറയാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.